ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല. അപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ പെട്ടുകിടക്കുന്ന ഒരു മേഖലയെ പറ്റിയാണ് സംസാരിക്കുന്നത്. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ തമ്പനയിൽ കണ്ട പോലെ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ഫോറക്സ് ട്രേഡിനെ പറ്റിയാണ് ഒന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഫോറക്സ് ട്രേഡിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ കാര്യം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. ഞാനിത് ഫോറക്സ് ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. അത് മാത്രമല്ല, ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. പക്ഷെങ്കിൽ ഇത് ചെയ്യുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, നമ്മൾക്കിടയിലുണ്ട്. ഇന്ത്യയിൽ ധാരാളം ആൾക്കാർ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇപ്പം ഈ ഗോൾഡിൻ്റെ ഒരു അനിയന്ത്രണമായ ഒരു പോക്ക് കണ്ടിട്ട് കയറിപ്പോയിട്ട് അതിനകത്ത് പെട്ട് കിടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതിൽ പെട്ടുപോകാതെ ഇട്ട പൈസ എങ്ങനെ ഊരിയെടുക്കാമെന്നും ഒക്കെ ജസ്റ്റ് ഒരു അവയർനെസ്, എങ്ങനെ നമ്മളിതിനെ കൈകാര്യം ചെയ്യണം, ഈ ഫോറക്സ് ട്രേഡിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്ന് ജസ്റ്റ് എൻ്റെ പരിമിതമായ ഒരു അറിവിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ഇത് ശാന്തമായിട്ട് കേൾക്കുക. ഇത് വലിയ ഗുമ്മൊന്നും കാണത്തില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ റിയാലിറ്റി ആയിരിക്കും. അത് നിങ്ങൾക്ക് ഈ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. ഞാൻ ഈ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസം ആയിട്ട് ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാനൊന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ഇത് ലീഗലാണ്. കാരണം ഞാൻ പുറത്ത് താമസിക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കുവൈറ്റിൽ ഇത് ലീഗലായിട്ട് ചെയ്യാമെന്നാണ്. ഇവിടെ ഒഫീഷ്യലായിട്ട് അതിന് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഫോറിൻ കൺട്രികൾ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ഫോറക്സ് ട്രേഡിങ് ഒരു അനുവദനീയമാണ്. അതിന് പ്രത്യേക എക്സ്ചേഞ്ചും കാര്യങ്ങളും ബ്രോക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചെയ്യാം. ഇത് കൂടുതലും ദുബായ് ബേസ്ഡ് ബ്രോക്കേഴ്സാണ്. ഇത് കൂടുതലും ദുബായ് ബേസ്ഡാണ് ബ്രോക്കേഴ്സ്. അത് മറ്റുള്ള രാജ്യങ്ങളിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഉണ്ട്. ഇവിടെ CFI എന്ന് പറഞ്ഞൊരു ബ്രോക്കറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്ത്യയിലുള്ളവർക്ക് ഇത് ലീഗലല്ല. കാരണം ഇന്ത്യയിൽ ഓൺലി അവർ സെബി സമ്മതിക്കുന്നത് ഓൺലി USD INR-ഉം യൂറോ INR-ഉം ബ്രിട്ടീഷ് പൗണ്ട് INR-ഉം മാത്രമേ ചെയ്യാൻ റിസർവ് ബാങ്ക് സമ്മതിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു, അങ്ങനെ അത് കട്ടായിപ്പോയി. അപ്പം സെബി സമ്മതിക്കുന്നത് ഈ പറയുന്ന USD INR-ഉം യൂറോ INR-ഉം ബ്രിട്ടീഷ് പൗണ്ട് മാത്രമേ ഫോറക്സിൽ അത് ചെയ്യാൻ സമ്മതിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഉള്ള കമ്മോഡിറ്റികളിലൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് MCX എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അതിനകത്തിൽ നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പീസിൽ നിങ്ങൾക്ക് അവിടെ ട്രേഡ് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഫോറിൻ US ഡോളറിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അനുവാദം ഇന്ത്യയിലുള്ളവർക്കില്ല. ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അത് പിന്നെ ബാക്കി നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണം എന്നുള്ള കാര്യം. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. അപ്പോൾ എൻ്റെ വിഷയം അതല്ല. അപ്പം നമ്മൾ ഈ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നവർ, ഞാൻ ഇതിനകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനത് പരീക്ഷിക്കാൻ വേണ്ടി ഞാനൊന്ന് കയറി നോക്കി. ആ സമയത്താണ് ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ ഈ അനിയന്ത്രണമായ ഒരു കയറ്റം ഞാൻ കണ്ടുവന്നത്. അപ്പം ഇതിനകത്തിൽ അപ്പം ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ അന്നേരം ഗോൾഡ് കയറിയില്ല. അപ്പോൾ ആ സമയത്ത് കണ്ട് 3,400 റേഞ്ചിലാണ് ഗോൾഡ് ആ സമയത്ത് നിന്നത്. അപ്പോൾ ഞാൻ ഒരു $500 ഇട്ടാണ് ഞാൻ ഈ സംഭവം തുടങ്ങിയത്. ആ $500 ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ $1,000 ആക്കി. $1,000 ആക്കിയിട്ട് $500 ഞാൻ തിരിച്ചെടുത്ത് നമ്മൾ സേഫായി. നമ്മൾ ഇനി കാശ് പോയാലും ബ്രോക്കർ കൊണ്ടുപോയാലും നമുക്ക് വിഷയമില്ല. അപ്പോൾ ഇതിനിടയിൽ ബ്രോക്കറിനെ പറ്റി ധാരാളം അലിഗേഷൻസ് ഒക്കെ കേൾക്കുന്നത്, അതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ 500 ഇട്ട് 1000 വന്നു, 1500 ഞാൻ തിരിച്ചെടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ സേഫായി. അതിനുശേഷം ഈ 500 വെച്ചിട്ട് ഇത് ഞാൻ വളരെ സ്കാൽപ്പിങ്ങാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പൊസിഷണലായിട്ട് ഇത് ഹോൾഡ് ചെയ്യാറൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബാക്കി 500 വെച്ചിട്ട് ഏകദേശം നമ്മുടെ ഈ എക്സ്പീരിയൻസും മാർക്കറ്റിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട്
500 രൂപ വെച്ചിട്ട് ഞാൻ $2,300 ഉണ്ടാക്കി. $2,300 ഉണ്ടാക്കി. അപ്പോൾ $2,300 എടുത്തപ്പോൾ അതിന് ഒരു 1000 ഈ പിൻവലിക്കണം എന്നൊക്കെ ഉള്ള ധാരണ. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു 1000 ഒക്കെ ഇങ്ങനെ പിൻവലിക്കണം എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഈ പറയുന്ന പോലെ ഈ സാധനം ശരവേഗത്തിൽ ഇതിങ്ങനെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. അപ്പം ഇത് മുകളിലോട്ട് കയറുമ്പം നമ്മളുടെ ഈ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ മുകളിലോട്ട് കയറിയാലും ഒന്ന് താഴോട്ട് വരും, പിന്നെ ഇപ്പോൾ മുകളിലോട്ട് പോകത്തില്ല. അങ്ങനെ ഒരു സംഭവമാണ് സാധാരണ ഈ ഗോൾഡ് കാണും. ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഇതിൻ്റെ വലിയ ഇതിൽ ഗ്രാഹ്യമില്ലല്ലോ. കോളുകൾ ധാരാളം വരുന്നു. ഓക്കെ, അപ്പം അപ്പോൾ ഈ 1000 പിൻവലിക്കാം എന്നുള്ള ധാരണയിലായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ മേലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനായി പൊസിഷൻ അതിൻ്റെ മുകളിൽ വീണ്ടും സെല്ല് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇത് കയറിപ്പോയി. അപ്പോൾ പിന്നെ താഴോട്ട് ഇറങ്ങുന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും അതിൻ്റെ മുകളിൽ സെല്ല് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ സെല്ല് ചെയ്ത് കയ്യിരിക്കുന്ന പൊസിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സാധനം മുകളിലോട്ട് കയറിപ്പോയി. കാരണം ഇത് താഴോട്ട് വീഴുന്നില്ല, ഇതിങ്ങനെ ഡെയിലി ഇങ്ങനെ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ പൊസിഷൻ ഇപ്പം വീഴും പറഞ്ഞ് സെല്ല് ചെയ്ത് എന്തായാലും ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ സംഗതി ഇപ്പം കൈവിട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് താഴോട്ടിറങ്ങിയെങ്കിൽ നമുക്കിത് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ വീണ്ടും ഹെഡ്ജ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോറക്സ് ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലാവും എന്താ പറയുന്നത്. അപ്പോൾ ഹെഡ്ജ് ചെയ്ത് പൊസിഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുശേഷം പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ താഴോട്ടിറങ്ങി വരുമ്പം താഴത്തെ ബുക്ക് ചെയ്യാൻ പോകുന്നു, മുകളത്തെ ഹെഡ്ജ് ഒഴിവാക്കാൻ പോകുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ കലവിലയായി. ചുരുക്കം പറഞ്ഞാൽ ഈ $2,300 എന്ന് പറഞ്ഞ സംഭവം നേരെ കളിച്ച് ഒരു $300-400 $2,300. ഓക്കെ, അപ്പം ഈ ആയിരക്കണക്കിന് ഡോളർ വെച്ച് കളിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ആലോചിച്ചോണം. അപ്പോൾ ഞാൻ ഞാനിത് നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് വേണമല്ലോ പറയാൻ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണമല്ലോ, അനുഭവത്തിൽ വേണമല്ലോ കാര്യം പറയാൻ. അപ്പം അങ്ങനെയായി $300 എത്തി. അവസാനം ഞാൻ കുറച്ച് നേരം അത് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗതി എങ്ങോട്ടാണ് നമ്മൾ അറിയട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കൈ നഷ്ടമൊന്നും വന്നിട്ടില്ല. ഓക്കെ, $300 ഇപ്പോഴും കിടപ്പുണ്ട്. 500 നമ്മൾ തിരിച്ചെടുത്തല്ലോ. അതിനുശേഷം വീണ്ടും അപ്പോൾ പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ച് ഇനി ഇതെങ്ങനെ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാം. കാരണം ഇന്നതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ നമ്മുടെ പൊസിഷൻ സൈസിങ് പാളുമ്പോഴാണ് നമുക്ക് ക്രമാതീതമായിട്ട് ലോസിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പൊസിഷൻ സൈസിനെ പറ്റി നമ്മൾ ബോധവാനായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി കഥ ഞാൻ അവസാനം പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇനി കാര്യത്തിലോട്ട് വരികയാണ്. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഈ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ പറ്റി നിങ്ങൾക്ക് ബോധവാൻ. ഇപ്പം നിങ്ങൾ $500 അല്ല $1,000 ഇട്ടെങ്കിൽ എൻ്റെ കയ്യിൽ $1,000 ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊസിഷൻ സൈസിങ് മാത്രമേ ഞാൻ ചെയ്യാവൂ എന്നുള്ളൊരു ഗ്രാഹ്യം, ഒരു ബോധം നിങ്ങളുടെ മനസ്സിൽ വേണം. ഇവിടെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്രോക്കേഴ്സ് എല്ലാം കണ്ടമാനം ലിവറേജ് കൊടുക്കും. നിലവിൽ സാധാരണഗതിയിൽ മിനിമം 10x ലിവറേജ് കൊടുക്കും. അതായത് നിങ്ങൾ $100 ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $1,000 നിങ്ങൾക്ക് അതിനതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ആൾക്കാരെ ആകർഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ലിവറേജാണ്. മനസ്സിലായില്ലേ? $100 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $1,000 വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്തിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ലാഭം ഉണ്ടാക്കുന്നവർക്കാണ് ഓക്കെ, ലാഭമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ 500 വെച്ചിട്ട് ഞാൻ 2,300 ഉണ്ടാക്കി. പക്ഷേ അത് അവിടെ തന്നെ കൊടുത്തിട്ട് തിരിച്ചു പോരേണ്ടത്. കാരണം എന്താണ്, നമുക്കതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാതായിപ്പോയി. അല്ല, നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ധാരണ ഇല്ലാതായിപ്പോയി. അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണ്, ഞാൻ ഇട്ട കാശ് എത്രയാണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന അതിനകത്ത് കാണിക്കുന്ന വാല്യൂ അല്ല, നിങ്ങൾ ഇട്ട ക്യാപിറ്റൽ എത്ര എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പിന്നെ ലിവറേജ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ലിവറേജ് നമുക്ക് ഓൾറെഡി അത് അലോട്ട് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ലിവറേജിന് ആവശ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി സാധാരണ രീതിയിൽ ബ്രോക്കർമാരെല്ലാം 10x ലിവറേജാണ് തരുന്നത്. അതായത് നമ്മൾ 100 ഇട്ട് കഴിഞ്ഞാൽ $1,000 നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പം അപ്പോൾ അവിടെ നമുക്ക് ഈ ഫോറക്സിൽ ചെയ്യാത്തവരൊക്കെ വേണ്ടി വെച്ചിട്ട് പറയുകയാണ്, അവിടെ നമുക്ക് ഒരു ലോട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഫ്രാക്ഷനായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ലോട്ട് അല്ലെ ഒരു അവിടെ ഫോറക്സിൽ നമ്മൾ ഔൺസിലാണ്, ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയാം, ഗോൾഡ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു ഔൺസിലാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഏകദേശം ഏതാണ്ട് 3,700 സംതിങ് എങ്ങാണ്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 750 760 ആ റേഞ്ചിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഔൺസ്. ഓക്കെ, അപ്പോൾ ഒരു ഔൺസിന് 3,760 ഒരു ഒന്നിന് വില. ഓക്കെ,
അപ്പോൾ അത്രയും പൈസ നമ്മുടെ ഇല്ല. അപ്പോൾ ഒരെണ്ണം മേടിക്കണമെന്നുണ്ടെങ്കിൽ റിയലായിട്ട് നമ്മൾ ആ ഒരു ഔൺസ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ $3750 നമ്മൾ കൊടുക്കണം. അപ്പോൾ അത്രയും കാശ് കൊടുത്ത് മേടിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് മേടിക്കാൻ പറ്റും. അതായത് 0.01, 0.02, 0.03 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനത്തിനെ ഫ്രാക്ഷനായിട്ട് മേടിക്കാൻ പറ്റും. അതായത് 10 ഭാഗമായിട്ട് നമുക്ക് ഇതിനെ മേടിക്കാൻ പറ്റും. ഓക്കെ, ആ 10 ഭാഗമാകുമ്പോൾ എത്രയായി? 3500 കൂട്ടിക്കോ. സപ്പോസ് നിങ്ങൾക്കിപ്പം ഒരു പെട്ടെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി 3500 കൂട്ടിക്കോ. അപ്പോൾ അതിൻ്റെ 10 ഭാഗത്തിന് എത്ര കൊടുക്കണം? $350 കൊടുക്കണം. 0.01 നമ്മൾ എന്ത് കൊടുക്കണം? 350 കൊടുക്കണം, ഇല്ലേ? അപ്പോൾ 350 കൊടുക്കാൻ അത് കാശ് കൂടുതലാണ്. $350 എന്ന് പറയുമ്പം ഇന്ത്യൻ മണി കണക്ക് കൂട്ടി എത്ര പൈസയാണെന്നുള്ളത്. അവിടെയാണ് ലിവറേജിൻ്റെ എൻട്രി, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നമുക്ക് 10x ലിവറേജ് ഫോറക്സുകാർ തരും. അപ്പം നമുക്ക് 10x ലിവറേജ് വെച്ച് നമ്മൾ നോക്കുമ്പം നമ്മളവിടെ വെറും $35 കൊടുത്താൽ 3500 ആയിരുന്നു, അത് 350 ആയി. 0.01 ആയപ്പോൾ 350 ആയി. ആ 350 നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ലിവറേജ് തരുന്നു. ലിവറേജ് തരുമ്പോൾ നമുക്കത് വെറും $35 $0.01 നമുക്ക് മേടിക്കാൻ പറ്റും. ബാക്കി അവർ ലിവറേജ്, ബാക്കി 9%, 10 1% ഒരു പോർഷൻ മാത്രം നമ്മൾ ഇട്ടാൽ മതി. ബാക്കി 9% ആരിടും? ബ്രോക്കർ ഇടും. മനസ്സിലായില്ലേ? അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ $35 നമുക്ക് 0.01 നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം സപ്പോസ് നമ്മളിപ്പോൾ ആകെ $100 ഇട്ടെന്ന് വിചാരിച്ചു. നമ്മൾ ഫോറക്സിൽ വരുന്ന നമ്മൾ $100 മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ $100 ഇടുമ്പം $1000 പവർ നമുക്കുണ്ട്, ഇല്ലേ? പർച്ചേസിങ് പവർ നമുക്കുണ്ട്. അപ്പോൾ ഈ $1000 വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. അതിനകത്ത് നമ്മൾ 0.01 വെച്ച് മേടിക്കുമ്പം ഏകദേശം നമുക്ക് ഒരു 1, 2, 0.01, 0.02 ഒക്കെ നമുക്ക് മേടിക്കാൻ നമുക്ക് പറ്റും. ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പ്രോഫിറ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഒരു സൈഡിലോട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ക്യാപ്ചർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ $5, $10, $15 നിങ്ങൾക്ക് ലോസ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 100ലാണ് ഈ 15 കുറയുന്നത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് 1000ൻ്റെ പർച്ചേസിങ് പവറുണ്ട്, ശരിയല്ലേ? 1000ൻ്റെ പർച്ചേസിങ് പവറുണ്ട് നിങ്ങൾക്ക്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിയൽ ക്യാപിറ്റലിൽ നിന്നായിരിക്കും ഈ ലോസ് വന്ന എമൗണ്ട് കുറയുന്നത്. അതിനെപ്പറ്റി ആരും സത്യം പറഞ്ഞാൽ ബോധവാനല്ല. നിങ്ങൾ ഈ 1000ൻ്റെ കളി വെച്ചുകൊണ്ട് ഈ 1000 ഉണ്ടല്ലോ എന്ന ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നത്, മനസ്സിലായില്ലേ? അതൊരിക്കലും അങ്ങനെയല്ല. നിങ്ങളിട്ട 100ൽ നിന്നായിരിക്കും ഈ 15 കുറഞ്ഞത്. ബാക്കി 850, $85 ഉള്ളൂ. ആ 85ന് 10x വരുമ്പം നമുക്ക് എത്രയാണ് പർച്ചേസിങ് പവർ? 850 ഉള്ളൂ. $150 ഒറ്റയടിക്ക് പർച്ചേസിങ് പവർ കുറഞ്ഞു. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വീണ്ടും പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം 100ന് നമുക്ക് $100 നമുക്ക് 1000ന് പർച്ചേസിങ് പവർ കിട്ടി. നമ്മളിപ്പോൾ വീണ്ടും ഒരു 0.01 എടുക്കുന്നു. മാർക്കറ്റ് നമ്മളിപ്പോൾ ബൈ ചെയ്യുന്ന വിചാരിച്ചു, 0.01 നമ്മൾ ബൈ ചെയ്തു. പക്ഷേങ്കിൽ മാർക്കറ്റ് താഴോട്ടാണ് പോയത്. നമുക്ക് 10, 15 ലോസ് ഓൾറെഡി കാണിക്കുന്നു. $15 ലോസാണ്. അപ്പോൾ 15 പോയിൻ്റ് താഴോട്ട് ഏകദേശം ഇറങ്ങിയെന്ന് വിചാരിച്ചു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് $10-12 ലോസാണ്. നമ്മൾ വീണ്ടും അവിടെ എന്ത് ചെയ്യും? ഒരു ബൈയുടെ ക്രിയേറ്റ് ചെയ്യും. മേ ബി ഇവിടുന്ന് തിരിച്ച് സപ്പോർട്ടാണല്ലോ, ഇവിടുന്ന് തിരിച്ച് കയറും എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും അവിടെ ഒരു ബൈ ഇടുന്നു, ഇല്ലേ? മാർക്കറ്റ് തിരിച്ച് കയറുന്നുള്ള വിശ്വാസത്തിൽ. അതിനുശേഷം വീണ്ടും സാധനം താഴോട്ട് പോവുകയാണ്. അപ്പം വീണ്ടും 10, 15 താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഇപ്പം 15, 15, $30 നമ്മുടെ പോയി. അപ്പോൾ ബാക്കി നമുക്ക് നമ്മുടെ കയ്യിൽ $70 മാത്രമേ ഉള്ളൂ റിയലായിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഗോൾഡിനകത്തിലും എല്ലാവർക്കും സംഭവിച്ച കാര്യം ഇതാണ്. ഇപ്പോൾ 3400, 300, 400 റേഞ്ചിൽ നിന്നവർ ആയിരിക്കും കൂടുതലും സെൽഫ് പൊസിഷൻ എടുത്തേക്കുന്നത്. കാരണം എന്താ? 3000 നിന്ന് കയറിയതാണ് 3500 വരെ മാർക്കറ്റ് ഏകദേശം പോയി. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വരും എന്നുള്ള ചിന്തയായിരുന്നു മുഴുവൻ ആൾക്കാർക്കും. പക്ഷേ ഈ ചിന്തകളെല്ലാം തെറ്റിച്ചവനാണ് ഗോൾഡ് പിന്നെയും മുകളിലോട്ട് കയറിപ്പോണ്ടത്. അപ്പോൾ എന്ത് ചെയ്തത്? ഈ $100 ഇട്ട ആൾ ഈ ഒക്കെ ഒരു 10, 15 പോയിൻറ്റ് മേലോട്ട് കയറി കഴിയുമ്പോൾ വീണ്ടും അവിടുന്ന് സെല്ലടിക്കും. അപ്പോൾ പിന്നെ വീണ്ടും മുകളിലോട്ട് കയറിപ്പോവും. അപ്പോൾ വീണ്ടും $10, $15 കഴിയുമ്പോൾ വീണ്ടും സെല്ലടിക്കും. അപ്പോൾ 2, 3, 4 സെല്ലൊക്കെ ഈ $100 മാത്രം കയ്യിലുള്ള ആൾക്കാരൊക്കെ വെറും 3, 4 0.01, 0.02, 0.03 പൊസിഷൻ വരെയൊക്കെ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ലോസ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നവർ. അവരിതിനെ വീണ്ടും താഴോട്ട് വീഴും എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും ഇത് കവർ ചെയ്യാൻ ശ്രമിക്കും. അവിടെയാണ് നിങ്ങൾ വാഷ് ഔട്ടായി പോകുന്നത്. അങ്ങനെയാണ് നിങ്ങളെല്ലാം വാഷ് ഔട്ടായി പോകുക. എൻ്റെ മുന്നേ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന പലരും വാഷ് ഔട്ടായി പോയ ആൾക്കാരായിരിക്കും. അപ്പം
ഒരിക്കലും ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊരു $500 ഇട്ട് ചെയ്യുവാണ്, $100 ഇട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൽ. ഓക്കെ, ഒരു $500 ഇട്ട് നിങ്ങൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ 0.01 കൂടുതൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. 0.01 ലോട്ടിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രേഡ് ചെയ്യാം. $500 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് $500 നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 0.01 മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് അതിന് കൃത്യമായി അതിനകത്ത് തന്നെ നിങ്ങളിപ്പോൾ കൂടുതൽ MT5 നിങ്ങൾ ചെയ്യുന്നത് ഇല്ലേ, അതിനകത്തിൽ പ്രോഫിറ്റ് SL പിന്നെ എൻട്രി, ഈ മൂന്നും ഇടാനുള്ള സംവിധാനം അതിനകത്തിലുണ്ട് ഇല്ലേ. എൻട്രി പ്രൈസ് ഇടാനുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള കോളമുണ്ട്, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസിനുള്ള കോളമുണ്ട് ഇല്ലേ. 3 നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടത് വെച്ചാൽ കൃത്യമായ എൻട്രി നിങ്ങൾ ആദ്യം അതിനും അവിടെയും ചാർട്ട് പ്രധാനമാണ്. ഞാനടുത്ത് നിന്ന് പഴിച്ചു പോയത് നമുക്ക് ചാർട്ടിനെ പറ്റി അറിയാവുന്നതുകൊണ്ട്, ചാർട്ടിൻ്റെ സപ്പോർട്ട് റേഷൻസ് നമുക്ക് ചാർട്ട് റീഡ് ചെയ്യാനും ചാർട്ട് വരയ്ക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മളതിനകത്ത് രക്ഷപ്പെട്ടു പോയത്. ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരാളിനകത്ത് വന്നു പോയി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ പെട്ടുപോകത്തേ ഉള്ളൂ, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ കൃത്യമായ എൻട്രിയും സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റും സെറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അതിനകത്ത് MT5 അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ബൈ ചെയ്യുമ്പം മാർക്കറ്റ് എക്സിക്യൂഷൻ ചെയ്യാതെ നിങ്ങൾ ബൈ ലിമിറ്റ് സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞ അതിലുണ്ട്. അപ്പോൾ ബൈ ലിമിറ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഇന്ന സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് കയറുവാണെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് ഇട്ട് കൊടുക്കുക, അവിടെ നിന്നുള്ള എൻട്രി പ്രൈസ് ഇട്ട് കൊടുക്കുക, അത് കൃത്യമായി സ്റ്റോപ്പ് ലോസ് ഇത്രയാണ് ആ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ പ്രോഫിറ്റ് ഒരു 10 പോയിൻ്റ് അകലെയോ 8 പോയിൻ്റ് അകലെയോ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റും പ്രൈസ് നിങ്ങൾക്ക് ഇട്ട് വെക്കാം. ഒരു 4-5 പോയിൻ്റ് താഴോട്ടും നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച് നിങ്ങൾ അങ്ങനെ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ. ക്യാപിറ്റൽ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം, നിങ്ങൾക്ക് എന്തും കാണിക്കാം. പക്ഷേ ക്യാപിറ്റൽ പ്രത്യേകിച്ച് ഒരു $500 ഇട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും 0.01 കൂടുതൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പം $5 മുതൽ $10 വരെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അവിടെ ഞാൻ പഠിപ്പിക്കുന്ന ന്യായം, ആ ന്യായത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല, ആ ന്യായത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ $5 മുതൽ $10 വരെ പ്രോഫിറ്റ് വരുമ്പോൾ നിങ്ങൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും. അടുത്തതിന് ശേഷം അടുത്ത എൻട്രി പോയിന്റ് വരുമ്പോൾ എവിടെയെങ്കിലും സപ്പോർട്ടിലോ റെസൻസിൽ വരുമ്പോൾ നിങ്ങൾ ബൈയോ സെല്ലോ ചെയ്യുക. അപ്പോൾ $5 to $10 വരും. 0.01 $5 to $10 വരുവാണെന്നുണ്ടെങ്കിൽ ആ ഓൾമോസ്റ്റ് റെസൻസ് ഏരിയ മുട്ടാൻ വേണ്ടി നോക്കിയിരിക്കരുത്. ആ റെസൻസ് ഏരിയ എത്തുമ്പോൾ തന്നെ നിങ്ങൾ $5 മുതൽ $10 വരെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3, 4, 5 മാക്സിമം ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരിക്കലും നിങ്ങൾ ആവറേജ് ചെയ്യരുത്. ഓക്കെ, അല്ലെ കൂടുതൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യരുത്. അങ്ങനെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കൈ നിൽക്കാതെ വരുന്നത്. ചിലപ്പോൾ അങ്ങനെ ഈ 0.01 കളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഒരു പക്ഷേ ഈ 0.05 വരെ കൈ പെട്ടുപോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടേലും ഒരു സൈഡിലോട്ട് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലോസ് വരും. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ ഗോൾഡിന് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.05 നിങ്ങളിപ്പോൾ 3500 മാർക്കറ്റ് ഇവിടുന്ന് വീഴും എന്നത് ഒരു മാസത്തിന് മുന്നേയുള്ള കഥയാണ് ഈ പറയുന്നത്. മാർക്കറ്റ് 3500 വീഴും എന്നുള്ള ധാരണയിൽ നിങ്ങൾ എന്ത് ചെയ്യും, 3500 നിങ്ങൾ സെല്ല് ചെയ്യും. മാർക്കറ്റ് അവിടെ നിന്ന് 3500, 310, 320 പോകും. $20 0.01 ഓരോ പോയിന്റ് കയറുമ്പോഴും നിങ്ങൾക്ക് $1 വെച്ചാണ് ഗെയിനോ അല്ല ഉണ്ടാകുന്നത്. 0.01 ഏകദേശ കണക്കാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളിപ്പോൾ 3500 നിങ്ങൾ ഷോർട്ട് ചെയ്തു. ഓക്കെ, പക്ഷേ മാർക്കറ്റ് 3510 അപ്പോൾ നിങ്ങൾക്ക് $10 നഷ്ടം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 310 അല്ലെ 12 റെസൻസ് ഉണ്ട്, അവിടുന്ന് മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ വീണ്ടും നിങ്ങളൊരു പൊസിഷനോട് വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ 0.1 താഴെ ഒരെണ്ണമായി മേളിലൊരെണ്ണമായി 0.02 ആയി ഇല്ലേ. വീണ്ടും അവിടുന്ന് മാർക്കറ്റ് മേലോട്ട് പോവുക. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ മാർക്കറ്റ് ഓരോ പ്രാവശ്യം കയറുമ്പോഴും നിങ്ങൾക്ക് $2 വെച്ച് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ ഒരെണ്ണമുണ്ട്, മുകളിലത്തെ ഒരെണ്ണമുണ്ട്. വീണ്ടും അവിടുന്ന് $10-15 മേലോട്ട് പോയി. വീണ്ടും നിങ്ങൾ ഇവിടുന്ന് ഉടനെ എന്തായാലും ഇത്രയും കയറിയില്ല, വീണ്ടും നിങ്ങൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൈപ്പെട്ടുപോയ സാധനങ്ങളിതല്ല. ഈ കൈപ്പെട്ടുപോയ സാധനങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും ലോസ് ഉണ്ടാകാനുള്ള സാധ്യത, ലോസിലോട്ട് നിങ്ങളെ തള്ളിവിട്ടത്. അപ്പം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും പൊസിഷൻ ആഡ് ചെയ്യാതെ നമുക്കെതിരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യാതെ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിറങ്ങാൻ ശ്രമിക്കുക.
മനസ്സിലായില്ലേ? അപ്പം ഈ നമ്മൾ 4-5 പോയിന്റ് കൊടുത്ത് സ്റ്റോപ്പ് ലോസിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് $5 നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ബാക്കി $95 അല്ലെങ്കിൽ $495 നിങ്ങളുടെ കയ്യിലുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് അടുത്ത പൊസിഷൻ എവിടെ അടുത്ത പോയിന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ല നിങ്ങൾ ചുമ്മാതെ മുകളിലോട്ട് കയറും തോറും പിന്നെ ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ഹ്യൂജ് ലോസിലേക്ക് നിങ്ങൾക്ക് പിന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വാഷ് ഔട്ട് ആയി പോകും. ഓട്ടോമാറ്റിക്കായിട്ട് അത് പിന്നെ എന്താ ക്യാപിറ്റൽ തീർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി പോകും. അവർ RMS ഡിലീറ്റ് ചെയ്തോളും. വേറെ തർക്കമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആൽഗോയാണത്. ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകും. അല്ല ബ്രോക്കറിനെ വിളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഡിലീറ്റ് ആയി. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഡിലീറ്റ് ആയി പോകും. അപ്പം പിന്നെ മേലോട്ട് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ ആൾക്കാരുണ്ട്, ഹെഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അടുത്ത ടീമാണ് ഹെഡ്ജ് ചെയ്യുന്ന ആൾക്കാർ. ഈ ഹെഡ്ജ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേസ് 3500 നിങ്ങൾ മാർക്കറ്റ് 3510 എത്തി. അപ്പോൾ നിങ്ങൾക്ക് $10 നിങ്ങൾക്ക് നഷ്ടം വന്നു. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു പോയിൻ്റ് വീണ്ടും ഒരു സെല്ലൂടെ എടുക്കുന്നു. അവിടെ വീണ്ടും 3500 ഒരു സെല്ല് എടുക്കുന്നു. എന്നിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ബൈയും കൂടെ എടുക്കുന്നു, ഒരു ഹെഡ്ജും കൂടെ എടുക്കുന്നു. അപ്പം ഹെഡ്ജ് വരുമ്പം നിങ്ങൾക്ക് മാർജിൻ എന്ത് ചെയ്യും, കൂടുതൽ കിട്ടും. വീണ്ടും അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ട് പോകുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് $20 നഷ്ടം. $20 നഷ്ടം, $10 നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതിൽ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യും ഇല്ലേ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ചെയ്യുക ഹെഡ്ജ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ആ $10 ബുക്ക് ചെയ്യും. $10 കിട്ടിയ ലാഭം ഇനി എടുക്കാമെന്ന് വിചാരിച്ച് $10 നിങ്ങൾ ബുക്ക് ചെയ്യും അല്ലേ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ $5 നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാവുന്ന കേസ് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് നിങ്ങൾ ഹെഡ്ജ് ബുക്ക് ചെയ്തു, $10 നിങ്ങൾക്ക് ലാഭം കിട്ടി, ഹെഡ്ജ് നിങ്ങൾ ബുക്ക് ചെയ്തു. പക്ഷേ അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരും, $30 നഷ്ടം വരും. $30 നഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാകെ $10. മനസ്സിലായില്ലേ. അപ്പം നിങ്ങൾ കഴിവതും ഹെഡ്ജ് ഒഴിവാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഈ ഹെഡ്ജ് ചെയ്താലുള്ള കുഴപ്പം വെച്ചാൽ ചിലപ്പം ഒരു പക്ഷേ ഹെഡ്ജ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ മാലോട്ട് പോയി ഒരു 3050 വരെ പോയെന്ന് വിചാരിച്ചു. 3050 വരെ ഇങ്ങനെ ക്രമാതീതമായിട്ട് കയറിപ്പോയി നിങ്ങളുടെ കയ്യിൽ 3 പൊസിഷനുണ്ട്. 3 പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ 10 കയറുമ്പോഴും 30 വെച്ച് കയറിക്കൊണ്ടിരിക്കും ഇല്ലേ. അപ്പം 3050 വരെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു $150 നഷ്ടം വരും. $150 നഷ്ടം വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഹെഡ്ജ് എടുത്തേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന $50 ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. ബാക്കി $100 നിങ്ങൾക്ക് നഷ്ടമാണ്. മനസ്സിലായി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അല്ല, ഇപ്പോൾ ക്രമാതീതമായിട്ട് ഇനി ഈ സാധനം തിരിച്ച് താഴെയിറങ്ങി കഴിച്ചു നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ച് തിരിച്ച് താഴോട്ട് വരുന്നു. തിരിച്ചായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഓരോ 10 ഇറങ്ങുമ്പോഴും നമ്മുടെ കയ്യിരിക്കുന്ന സെല്ല് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കും ഇല്ലേ. ബുക്ക് ചെയ്ത് മാറും, ലാഭം കിട്ടുന്ന നമ്മൾ ബുക്ക് ചെയ്ത് മാറും. അവസാനം ഈ സംഭവം മറ്റേ സാധനം അവിടെ കിടക്കുക, ഏത് ഹെഡ്ജ് കൈപ്പെട്ടു പോകും. ഹെഡ്ജ് ലോസിലല്ലേ, തിരിച്ച് കയറുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മളത് ബുക്ക് ചെയ്ത് അവിടെ കിടക്കും. അവസാനം ഈ 50 പോയിൻ്റ് താഴോട്ട് ഇറങ്ങി വരുമ്പം നിങ്ങൾ മറ്റേത് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഓരോ 10 വെച്ചാൽ ബുക്ക് ചെയ്യുന്നത് അല്ലേ. ഓരോ 10 ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ സെല്ല് പൊസിഷൻ കൊടുത്ത് നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരും. പക്ഷേ ഈ മറ്റവനെ നിങ്ങൾ കൊടുക്കുന്നില്ല, ഹെഡ്ജിനെ നിങ്ങൾ കൊടുക്കുന്നില്ല. ഹെഡ്ജ് നേരെ തിരിച്ച് വീണ്ടും പരിച്ച് 3550 നിന്ന് 3500 തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഹെഡ്ജ് അവിടെ പെട്ടുപോകും. അപ്പോൾ $50 നിങ്ങൾക്ക് നഷ്ടത്തിലായിരിക്കും നിങ്ങളുടെ ഹെഡ്ജ്. പിന്നെ നിങ്ങൾ ഈ ഹെഡ്ജിനെ കവർ ചെയ്യാൻ വേണ്ടി നടക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് പൊസിഷൻ സൈസിങ് അവതാളത്തിലായി നിങ്ങളുടെ ക്യാപിറ്റൽ മുഴുവൻ വാഷ് ഔട്ടായി പോകും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ, അതിനെപ്പറ്റി നിങ്ങൾ ബോധവാനായിരിക്കണം. ഈ ക്യാപിറ്റൽ വെച്ച് നിങ്ങൾ എവിടം വരെ നിൽക്കും എന്ന് നിങ്ങൾ ഇത് ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാനീ പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കൊണ്ട് നിങ്ങൾ എവിടെ വരെ നിൽക്കും, ഈ മാർക്കറ്റ് 3500 നിൽക്കുന്ന ഗോൾഡ് 3500 നിന്ന് എവിടം വരെ പോയാൽ എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ കൊണ്ട് ഞാൻ നിന്ന് പിഴയ്ക്കും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ സാധനം കൈവിട്ട് പോയി കഴിഞ്ഞാൽ 3500, 510, 520 പറഞ്ഞിങ്ങനെ മേലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് മേലോട്ട് പോയാൽ എവിടം വരെ എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ നിൽക്കുമെന്ന് നോക്കുക. എവിടെ നിന്നാണോ കൃത്യമായ റിവേഴ്സൽ ഉണ്ടാകുന്നത്, കൃത്യമായ ഒരു റിവേഴ്സൽ കൺഫർമേഷൻ വരുമ്പോൾ മാത്രമേ നിങ്ങൾ അടുത്ത പൊസിഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാവൂ, സെൽ പൊസിഷൻ. ഞാൻ അത് ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളൊരു 5.01 എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസിൽ നിങ്ങളത് കൊടുത്ത് മാറാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് എൻട്രി പോയിൻ്റ് നോക്കിയായിരിക്കുമല്ലോ എടുക്കുന്നത്. അവിടെയും തന്നെ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല ഇനി ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കൈപ്പെട്ട് ഇങ്ങനെ സെല്ലെടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഹെഡ്ജ് വെക്കാതെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ച് ഏത് പോയിൻ്റ് വരെ നമുക്ക് കവർ ചെയ്യാം, നമ്മൾ സേഫായിട്ട് നിൽക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മനസ്സിലായി ഞാൻ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഹെഡ്ജ് ഒഴിവാക്കി ചെയ്യാൻ ശ്രമിക്കുക.
കാരണം ഹെഡ്ജ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഹെഡ്ജ് വെച്ച് ചെയ്യാം, പക്ഷേങ്കിൽ അത് കൃത്യമായ മണി മാനേജ്മെൻറ്റ് ഇല്ലാതെ അല്ല ഈക്വലായിട്ട് നമ്മൾ ഹെഡ്ജ് ചെയ്ത് വേണം നമ്മൾ. അതിനൊക്കെ കുറേ എക്സ്പീരിയൻസ് വേണം നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പം കഴിവ് നിങ്ങൾ ഹെഡ്ജ് ഒഴിവാക്കി ചെയ്യുക. ഒരു $500 വെച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 0.01 മാത്രം ചെയ്യുക. ഓക്കെ, അതിൽ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് 500ൻ്റെ ഗുണിതങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ സൈസിങ് കൂട്ടിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ മാത്രം വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു പൊസിഷൻ എടുക്കുമ്പം നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ചിട്ട് ഇവിടുന്ന് 3500 നിന്ന് ഏത് പോയിൻ്റ് വരെ പോയാൽ നിങ്ങൾക്ക് നിന്ന് പിഴയ്ക്കാം എന്നുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞ 0.01 എടുത്ത ഒരാൾ, ഓക്കെ, 3500 ഒരു പൊസിഷൻ എടുത്തു, ഒരു 0.01 എടുത്തു. അപ്പം അവിടുന്ന് നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഏകദേശം $500 അല്ലേ? $500 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ 10 പോയിൻറ്റിനും $10 വെച്ച്, അപ്പോൾ $500 0.01 ആണെന്നുണ്ടെങ്കിൽ 500 പോയിൻ്റ് വരെ കയറിയാൽ നിങ്ങൾക്ക് നിന്ന് കഴിക്കാം. 500 പോയിൻ്റ് അവിടുന്ന് 3500 നിന്ന് 4000 എത്തിയാലും നിങ്ങൾ 0.01 മാത്രമേ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് 4000 വരെ എത്തും. കാരണം നമുക്ക് ഒരു ലോട്ട് മേടിക്കാൻ ഏകദേശം $36 അല്ലെങ്കിൽ $35 മതി ഒരു 0.01 വാങ്ങിക്കാൻ മതി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു. ക്രമാതീതമായിട്ട് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങണം. അതാണ് അവിടുത്തെ പോളിസി. നിർബന്ധമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങണം. ഇല്ല, നിങ്ങൾ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുന്നില്ല, ഇവിടുന്ന് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ചെയ്യാം, ആവറേജ് ചെയ്യാം. ഒരു 100 പോയിൻറ്റ്, ഒരു 50 പോയിൻറ്റ് മുതൽ ഒരു 100 പോയിൻറ്റ് വരെ ക്രമാതീതമായിട്ട് പോയാൽ നിങ്ങൾക്കൊരു ആവറേജ് ചെയ്യാം. മാക്സിമം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50 പോയിൻ്റാണ്. 3600 നിന്ന് 3050 വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആവറേജ്. അത് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ അടുത്ത പോയിന്റിൽ കയറുക. അതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അതായത് 3500 അത് 0.01 കയറി നിങ്ങളത് 3495 താഴെ പോരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. ഇല്ല, അതിന് ശേഷം നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് കയറിപ്പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് കയറിപ്പോയാൽ കുഴപ്പമില്ല. തിരിച്ച് കയറിപ്പോയതിന് ശേഷം നമ്മൾ സെല്ലല്ല ചെയ്തത്, സോറി തിരിച്ച് പറയണം. 3500 നിങ്ങൾ 0.01 എടുത്തു, താഴോട്ട് വരുന്നതാണ് നിങ്ങളുടെ പ്രതീക്ഷ. അതിന് 0.01 നിങ്ങൾ സെല്ല് ചെയ്തു. 3505 എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ ഇരുന്ന പൊസിഷൻ നിങ്ങൾ എക്സിറ്റ് ചെയ്യണം. വെറും $5 മാത്രമേ നിങ്ങൾക്ക് നഷ്ടം വരുന്നുള്ളൂ. അല്ല, നിങ്ങൾ ഈ പൊസിഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. വീണ്ടും പ്രതീക്ഷ, ഞാൻ മറ്റേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ, പ്രതീക്ഷ വെച്ച് മേലോട്ട് കയറി പോവുകയാണ്, എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും ഓക്കെ നിങ്ങളൊരു അടുത്ത സപ്പോർട്ട് ഏകദേശം ഒരു 25 പോയിൻറ്റിന് ശേഷം മാത്രം, 25 മുതൽ 50 പോയിൻറ്റിനകത്ത് എവിടെയാണോ അടുത്ത റെസിസ്റ്റൻസ് അവിടെ മാത്രം നിങ്ങൾ അടുത്ത പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ രീതിയിൽ ഞാൻ കണ്ടുവരുന്നത്, ഞാനും ചെയ്തത് അങ്ങനെയാണ്. ഓരോ 10 പോയിൻറ്റിനും വെച്ച് വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും മിക്കവാറും ഒരു 100 പോയിൻറ്റ് കയറി കഴിയുമ്പോഴത്തേക്കും 10 പോയിൻറ്റ് ഒരു ലോട്ട് നമ്മുടെ കയ്യിലായിപ്പോയി. പിന്നെ എപ്പം നമ്മൾ ഔട്ടായി പോയെന്ന് ചോദിച്ചാൽ മതി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 0.01 നിങ്ങൾ എടുക്കുന്നു. ഓക്കെ, സ്റ്റോപ്പ് ലോസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അല്ല, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നില്ല, മാർക്കറ്റ് പിന്നെയും കയറി പോകുമ്പോൾ വീഴുന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 25 പോയിൻറ്റിന് ശേഷം നിങ്ങൾ എവിടെയാണോ കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ്, ആ ഏരിയ നിങ്ങൾക്ക് അറിയാമല്ലോ, റെസിസ്റ്റൻസ് ഉള്ള ഏരിയ അറിയാമല്ലോ, എവിടെയാണ് റെസിസ്റ്റൻസ് ആ ഏരിയയിൽ മാത്രം ഒരു പൊസിഷൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 2 എണ്ണമായി. അതിനുശേഷം പിന്നെയും ഒരകലം വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരകലം വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്ത പൊസിഷൻ അവിടെ ആഡ് ചെയ്യുക. അപ്പം എന്നിട്ട് ഏതെങ്കിലും കാരണവശാൽ തിരിച്ചിറങ്ങി വരുമ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾ 3 പൊസിഷൻ എടുത്തു. ഓക്കെ, ഇപ്പം 3500 മേലോട്ട് കയറി പോകുന്നു. 3525 30 റേഞ്ചിൽ നിങ്ങൾ ഒരെണ്ണം ആവറേജ് ചെയ്തു. വീണ്ടും മുകളിലോട്ട് കയറി പോകുമ്പോൾ 3050 അല്ലെ 60 റേഞ്ചിൽ നിങ്ങൾ ഒരു പൊസിഷൻ എടുത്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒറ്റയടിക്ക് മേലോട്ട് കയറി പോകുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഡിപ്പ് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അവസാനം നിങ്ങൾ 3050 നിങ്ങളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് നേരെ താഴോട്ട് ഇറങ്ങി വന്ന് 3025 20 വരുമ്പോൾ നിങ്ങൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഇത് 3 കൂടെ ഒന്നിച്ച് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി താഴെ വരെ വരാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നോക്കിയിരിക്കില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ. അപ്പോൾ 3050 നിങ്ങൾ എടുത്തത് ഒരു 3025 20 ആ റേഞ്ചിൽ വരുമ്പം നിങ്ങളത്
കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതിനുശേഷം വീണ്ടും താഴ്ത്തി വരുവാണെങ്കിൽ അടുത്ത പൊസിഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സേഫായി. അപ്പോൾ അങ്ങനെ ഒരിക്കലും പൊസിഷൻ കൂട്ടാൻ ശ്രമിക്കാതെ കയ്യിലുള്ള പൊസിഷൻ ഒഴിവാക്കാൻ വേണ്ടി വേണം നിങ്ങൾ ശ്രമിക്കാൻ. ഏറ്റവും നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കയ്യിലുള്ള പൊസിഷൻ കൂട്ടുന്നതിനേക്കാൾ കയ്യിലുള്ള പൊസിഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ചിലപ്പോൾ $1, $2, $5 നഷ്ടം വന്നാലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പൊസിഷൻ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏറ്റവും ചെറിയ ലോസിൽ പൊസിഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ശ്രമിച്ച് നോക്കി അങ്ങനെ നിങ്ങൾ വിജയിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്നലെ ഞാൻ ഏകദേശം ഒരു ഈ പറയുന്ന $500 ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. ഒരു $300-400 എനിക്ക് ബാക്കി കിടപ്പുണ്ട്. ആ $300 വെച്ച് ഞാൻ ഇന്നലെ $100 ഉണ്ട്. ഒരു $82 ഞാൻ ഇന്നലെ ഉണ്ടാക്കി. ഒരു $82 ഞാൻ ഇന്നലെ ഉണ്ടാക്കി. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ആ ഇതെന്ന് വെച്ചാൽ ഒരു $5 മുതൽ $10 വരെ ഉള്ളൂ. അതിൽ കൂടുതൽ ഞാൻ പിടിക്കും. ചിലപ്പോൾ ചില $2 ഇറങ്ങിയിട്ടുണ്ട്, ചിലത് $2 നഷ്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ചിലത് $7 ഇട്ടിട്ടുണ്ട്, ചിലത് $12 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഒരിക്കലും കയ്യിലുള്ള പൊസിഷൻ കൂട്ടാതെ ഇനിയും കയറും അല്ല ഇനിയും വീഴും നമ്മൾ നോക്കിയിരിക്കാതെ $5 മുതൽ $10 വരെ ലാഭം കിട്ടിയാൽ നമ്മൾ അത് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കഴിവതും പൊസിഷൻ കൂട്ടാതെ നിങ്ങൾ പൊസിഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക. ചെറിയ നഷ്ടത്തിലാണെങ്കിലും പൊസിഷൻ കൊടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കൊണ്ട് എവിടം വരെ പോയാൽ ഇവിടുന്ന് നമ്മൾ 3500 മുതൽ കയറിയാൽ എവിടം വരെ നമുക്ക് പോയാൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ച് നമ്മൾ സേഫായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തെപ്പറ്റിയും നിങ്ങൾ ക്ലിയറായിട്ട് ഒരു ബോധം വേണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും ഞാൻ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കിയ കാര്യം ആണ് ഈ പറയുന്നത്. അപ്പം ചെറിയ നഷ്ടം വന്നാൽ പൊസിഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി ലാഭത്തെക്കാൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തിൽ നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ. വലിയ ഗുമ്മൊന്നുമുള്ള ഈ വീഡിയോ, പക്ഷേ ഞാൻ ഇതിനകത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സത്യം ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഉപകാരപ്പെടുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അപ്പം ഏറ്റവും പ്രയോറിറ്റി ഞാൻ ഈ പറയുന്ന 1-2 കാര്യങ്ങൾക്കായിരിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മാക്സിമം പിന്നെ ഈ $500 വെച്ച് ചെയ്യുന്നവർ 0.01 വെച്ച് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം 3 ആവറേജ് ചെയ്യുവാണെങ്കിലും 1, 2, 3 കൂടുതൽ നിങ്ങൾ ആവറേജ് ചെയ്യില്ല. $500 വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. 0.01 ചെയ്യുക. പിന്നെ ക്രമാതീതമായിട്ട് കൈവിട്ട് പോയി നിങ്ങൾ സ്റ്റോപ്പ് ലോസിൽ കൊടുത്തില്ല, അത് കൈപ്പെട്ട് പോയെങ്കിൽ അടുത്ത ഈ പറഞ്ഞ പോലെ 10, 20, 25 പോയിൻറ്റ് ശേഷം ഒരെണ്ണം കൂടെ ആവറേജ് ചെയ്യുക. അതിനുശേഷം 10, 20, 25 കഴിഞ്ഞ് ഒന്നുകൂടെ ആവറേജ് ചെയ്യുക. അപ്പോൾ അതിനകത്തിൽ എന്തെങ്കിലും ഒരു ഡിപ്പ് കിട്ടും. ഈ 50 പോയിൻറ്റ് കയറുമ്പോൾ അവിടെ എന്തായാലും ഒരു 10-20 പോയിൻറ്റ് ഡിപ്പ് കിട്ടും. ആ ഡിപ്പിനകത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ കാണും. മനസ്സിലായില്ല? അല്ലെങ്കിൽ നിങ്ങൾ സേഫായിട്ട് നിൽക്കാനുള്ള അവസരം ഇതിലുണ്ടാവും. അങ്ങനെ പോകാറില്ല, അല്ല ഒറ്റയടിക്ക് മേലോട്ട് അങ്ങനെ കയറി പോകാറില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പൊസിഷൻ സൈസിങ് നിങ്ങൾ മനസ്സിലാക്കി മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കഴിവതും 5 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ കൊടുത്ത് മാറാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്ന് പഠിക്കാൻ പോവുക. ഞാൻ വീണ്ടും പറയുന്നു, $500 വെച്ച് ചെയ്യുന്നവർ മാക്സിമം 0.03 കൂടുതൽ നിങ്ങളുടെ പൊസിഷൻ കൂടാൻ പാടില്ല. 0.01 എടുത്തു, അടുത്തൊരെണ്ണം ആവറേജ് ചെയ്ത് വീണ്ടും ഒരെണ്ണം ആവറേജ് ചെയ്തു, അങ്ങനെ 3 എണ്ണം. ആ 3-ൽ കൂടുതൽ ഒരു കാരണവശാലും നിങ്ങൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപകടമാണ്, നിങ്ങൾ വാഷ് ഔട്ടായി പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.